ചക്കരേ വാ, മാമുണ്ട വാ, എല്ലാരും വരൂ, വാ, ഇറങ്ങി വരൂ, വാ ചക്കര കുട്ടിയേ. കഴിഞ്ഞ 10 വർഷത്തോളമായി ഉണ്ണികൃഷ്ണന്റെ വീട്ടിലെ പതിവ് കാഴ്ചയാണിത്. മുടങ്ങാതെ 2 നേരവും കൃത്യസമയത്തെത്തും ഈ വിശിഷ്ടാതിഥികൾ. ഇപ്പോൾ അതിഥികളെന്ന് പറയാനാകില്ല, വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് ഇവരിപ്പോൾ. ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ചന്ദ്രിക 2 നേരവും വീടിന്റെ മതിലിൽ തീറ്റയൊരുക്കി വെച്ച് ഏറെ വാത്സല്യത്തോടെ മാടി വിളിക്കും. വിളി കേൾക്കാൻ കാത്തുനിൽക്കുന്ന തത്തക്കൂട്ടവും വേഴാമ്പലും കുയിലും ഓലഞ്ഞാലിയുമെല്ലാം പിന്നെ പറന്നെത്തുകയായി. കൂട്ടത്തിൽ അണ്ണാനും ബുൾബുളും കാക്കയുമെല്ലാം ഉണ്ടാകും. എല്ലാവരും ഒരുമയോടെ വയറു നിറയെ തീറ്റയെടുത്താണ് മടക്കം. മണ്ണുത്തിയിലെ കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചറിൽ സെക്ഷൻ ഓഫീസറായ ചന്ദ്രിക 2 നേരവും പ്രത്യേകമൊരുക്കിയ തീറ്റയാണ് ഇവർക്ക് നൽകുന്നത്. ഒളരി BSNL ഓഫീസിൽ ജൂനിയർ എഞ്ചിനീയറായ ഭർത്താവ് ഉണ്ണികൃഷ്ണനും BEd വിദ്യാർത്ഥിനിയായ മകൾ കീർത്തനയും തീറ്റയൊരുക്കാനും നൽകാനുമെല്ലാമായി ചന്ദ്രികയ്ക്കൊപ്പമുണ്ട്. പകുതി വേവിച്ച ചോറും പഴങ്ങളുമാണ് പക്ഷിക്കൂട്ടത്തിനുള്ള പ്രധാന വിഭവങ്ങൾ. 10 വർഷം മുമ്പ് വീടിനടുത്തു നിന്ന് വീണുകിട്ടിയ ഒരു തത്തക്കുഞ്ഞിനെ പരിചരിച്ചു തുടങ്ങിയ കുടുംബത്തിന്റെ ഈ സ്നേഹവിരുന്ന് ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ഇന്നും തുടരുകയാണ്. ആദ്യം ചെറിയ കഷ്ണം പഴങ്ങൾ മതിലുമ്മ വെച്ചു കൊടുക്കുമ്പോ മുകളിൽ വന്നിരിക്കും, അത് വാങ്ങിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മതിലിന്റെ അടുത്ത്, അത് ഞാൻ നിൽക്കുന്നതിന്റെ അടുത്ത് വന്ന് പഴം വെച്ചു കൊടുത്താൽ നീങ്ങി നിന്ന് കഴിഞ്ഞാൽ എടുക്കുന്നൊരു ഘട്ടത്തിലേക്ക് എത്തി. അത് കഴിഞ്ഞ് പിന്നെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നത്, 2 പേര് കയ്യിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. ദിനം തോറും എണ്ണം വർദ്ധിച്ച് വിരുന്നുകാരുടെ എണ്ണം 100 കടന്നെന്നു മാത്രം. വീടിന് സമീപത്തെ തറവാട്ടുവളപ്പിലെ പാമ്പിൻകാവിനോട് ചേർന്ന പടുകൂറ്റൻ ചീനിമരമാണ് ഈ പക്ഷിക്കൂട്ടങ്ങളുടെ പ്രധാന താവളം. വീട്ടിലെ പൂച്ചകൾക്കും നായ്ക്കുട്ടിക്കുമെല്ലാം ഏറെ വാത്സല്യത്തോടെ ഭക്ഷണമൂട്ടുന്ന ഇവരുടെ കയ്യിൽ നിന്നും വേഴാമ്പൽ പഴം കൊത്തി കഴിക്കുന്നത് ഏറെ കൗതുകം നിറഞ്ഞ കാഴ്ചയാണ്. ഏവർക്കും വിരുന്നൂട്ടി അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെ വലിയൊരു ലോകം തീർക്കുകയാണ് ഈ ചെറിയ കുടുംബം.